നമസ്കാരം സുഹൃത്തുക്കളെ. ദീനിയായ ഒരു സഹോദരൻ വളരെ സങ്കടപ്പെട്ട് കണ്ണ് നിറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കും വലിയ സങ്കടമുണ്ടായി. അയാൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ പോലും അവറ്റകൾ നമ്മളോട് നന്ദി കാണിക്കും, എന്നാൽ പാർട്ടി അഥവാ CJPക്കാർ തന്നോടത് കാണിച്ചില്ല എന്നാണ് ഈ ദീനിയായ സഹോദരൻ. മുഹമ്മദ് ജുനൈദ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഉത്തർപ്രദേശുകാരനാണ്. പക്ഷേ ഇയാൾക്കൊരു ചെറിയ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പൊക്കെ ഉണ്ട്. അതാണ് ഇയാളുടെ ഏക വരുമാന മാർഗം. അയാൾ കഴിഞ്ഞ 36 ദിവസമായിട്ട്, അതായത് ഈ സമരം തുടങ്ങി അത് അവസാനിക്കുന്ന വരെയുള്ള ദിവസങ്ങളിൽ സമരക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു, അതും സൗജന്യമായിട്ട്. ഒരു ചെറിയ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് എന്നോർക്കണം. ഈ അഭിഷേക് ദീപ് കെ എന്നൊക്കെ പറയുന്ന പാർട്ടിയുടെ നേതാവൊക്കെ ബിരിയാണി, ബർഗർ അതുപോലുള്ള ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു മിഡിൽ ക്ലാസ്, അപ്പർ ക്ലാസ് കുടുംബങ്ങളിലെ കുട്ടികൾ നടത്തിയ സമരമായിരുന്നു എന്നുകൂടി ഈ സമരത്തിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരി, അതെന്തെങ്കിലും ആവട്ടെ, അതിനെപ്പറ്റി ഞാൻ സെപ്പറേറ്റ് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 36 ദിവസത്തോളം ഭക്ഷണം വെച്ച് കൊടുത്ത, ദിവസം 1 ലക്ഷത്തിന് മുകളിൽ ചിലവാകുന്ന, അതായത് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുകയാണ്. ഭക്ഷണം ഒന്നും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഒരു നേരം പട്ടിണി കിടക്കാനോ ഒന്നും തയ്യാറാത്തവരാണ് ഈ പാർട്ടിയുടെ നേതാക്കൾ. നിരാഹാരത്തിന് വന്നതും കിടന്നതുമൊക്കെ ഒന്ന് സോനം വാങ്ചുക്കും പിന്നെ ചില SFI ASFൻ്റെ നേതാക്കളൊക്കെ മാത്രമാണ് നിരാഹാരം കിടന്നത്. അല്ലാതെ അഭിഷേക് ദീപികയോ അവരുടെ കൂടെയുള്ള വക്താക്കളോ ഒന്നും നിരാഹാരം കിടന്നിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കാര്യത്തിലേക്ക്, ഇത്രയുമൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഈ സമര വിജയത്തിന് ശേഷം അവർ നടത്തിയ 5 സ്റ്റാർ ഹോട്ടലിലാണ് പാർട്ടി നടത്തിയത്. ആ പാർട്ടിയിലേക്ക് ഇയാൾക്ക് ക്ഷണമുണ്ടായില്ല, വേണ്ട പോട്ടെ. പക്ഷേ ഇയാൾ ഈ പാർട്ടിയുടെ നേതാവിനെ വിളിക്കുമ്പോൾ അയാൾ ഒന്ന് എടുക്കാനോ ഇയാളോട് സംസാരിക്കാനോ പോലും തയ്യാറായില്ല. അയാൾക്ക് വളരെ സങ്കടമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് അന്വേഷണ വിധേയമായി ഇയാളെ ചോദ്യം ചെയ്യാൻ കൂടി വിളിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകം തന്നെ ചോദ്യം ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട്. അവർക്ക് വളരെ ലളിതമായിട്ട് 1-2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. വളരെ ചെറിയ തുച്ഛമായ വരുമാനമുള്ള താങ്കൾക്ക് എങ്ങനെയാണ് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണമുണ്ടാക്കി ഇവർക്ക് കൊടുക്കാൻ സാധിച്ചത്? അത് ന്യായമായിട്ടുള്ള ഒരു സംശയവും ചോദ്യമാണ്. അതിന് കൃത്യമായ ഉത്തരം ഈ ദീനി സഹോദരൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലേ? സമരം കഴിഞ്ഞു, അവർ ആവശ്യങ്ങൾ ഉന്നയിച്ചതൊക്കെ അവർ നേടിയെടുത്തു. ഇനി ഇത്തരക്കാരോടുള്ള ബന്ധം തങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന ബോധ്യമുള്ളതിനാൽ പാർട്ടി നേതാക്കൾ അതുവരെ തങ്ങളെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരുന്ന ഇതുപോലുള്ള ദീനി സഹോദരന്മാരോടുള്ള ബന്ധം കട്ട് ചെയ്തു. അതിൻ്റെ സങ്കടം സഹിക്കവയ്യാതെ ദീനി സഹോദരൻ കരയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, കരയുന്ന കാഴ്ചയാണ്. പക്ഷേ എനിക്ക് ഇതിലൊരു സംശയമുണ്ട്. എൻ്റെ സംശയം നിങ്ങളുടെ സംശയം കൂടിയാണ്. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ സമ്മതിക്കും. നമ്മുടെ രാജ്യം നന്നായി പോകണം, പുരോഗതിയിലേക്ക് കുതിക്കണം എന്നുള്ള സതുദ്ദേശം കൊണ്ട് മാത്രമായിരിക്കും ഈ ദീനി സഹോദരൻ 36 ദിവസവും ഈ സമരക്കാരെ തീറ്റിപ്പോറ്റിയത്, അല്ലേ? നമുക്ക് തൽക്കാലം അങ്ങനെ തന്നെ വിശ്വസിക്കാം. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, അല്ലേ? ദിലീപിൻ്റെ സിനിമയിലെ പാട്ട് പോലെ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു.